നമ്മൾ പുതിയ സെമസ്റ്ററിലേക്ക് കിടക്കുകയാണ്. 4ാമത്തെ സെമസ്റ്ററാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ 4ാമത്തെ സെമസ്റ്ററിലെ ഒരു പുതിയൊരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളൊരു സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഈ സബ്ജക്റ്റിലെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കോർ സബ്ജക്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഈ മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിനെ വളരെ ഷോർട്ടാക്കി നമുക്ക് MS ആൻഡ് SM എന്ന് വിളിക്കാം. മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അത് നമുക്ക് MS ആൻഡ് SM എന്നുള്ളത് ചുരുക്കി വിളിക്കാം. സോ MS ആൻഡ് SM എന്നുള്ള ഒരു സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എത്ര മൊഡ്യൂളുകളുണ്ട്, ഓരോ മൊഡ്യൂളുകളും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, എല്ലാ സബ്ജക്റ്റിലെയും പോലെ MS ആൻഡ് SMൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് മൊഡ്യൂൾസ് 4 മൊഡ്യൂളാണ്. 4 മൊഡ്യൂളുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും ഒരു ക്രെഡിറ്റ് പോയിൻ്റ് നമ്മുടെ സിലബസ് പ്രകാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് 6ആണ്. അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് 6 മീൻസ് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങുന്നോ അത്രത്തോളം നിങ്ങളെ ഗ്രേഡ് വർദ്ധിക്കും. ക്രെഡിറ്റ് കുറഞ്ഞ സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മാർക്ക്, നിങ്ങളെ ഗ്രേഡിൽ വേരിയേഷൻസ് കാണുക ഏത് ഈ MS ആൻഡ് SM പോലത്തെ ക്രെഡിറ്റ് കൂടിയ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് 4ാമത്തെ സെമസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഇത് നമുക്ക് കാണണം. ഓക്കെ, അതിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ കോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 4053 നമ്മുടെ സബ്ജക്റ്റിൻ്റെ കോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. 4 മൊഡ്യൂളുണ്ട് നമ്മൾ സംസാരിച്ചു. ഈ 4 മൊഡ്യൂളിലും നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. അതിൽ 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പാർട്ട് എടുക്കാം. അതായത് ഈ MS മെറ്റീരിയൽ സയൻസ് എന്നുള്ള പാർട്ട് നമ്മൾ ഈ സബ്ജക്റ്റിനെ 2 പാർട്ടാക്കുകയാണെങ്കിൽ, മെറ്റീരിയൽ സയൻസ് എന്നുള്ളതൊരു പാർട്ടും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളത് മറ്റൊരു പാർട്ടാക്കി എടുക്കുകയാണെങ്കിൽ, ഈ മെറ്റീരിയൽ സയൻസ്, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ അല്ലേ, ഈ വസ്തുക്കളുടെ സയൻസാണ് നമ്മൾ 1ാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മെറ്റീരിയൽസിൻ്റെ സയൻസ്. ഓക്കെ, ഈ മെറ്റീരിയൽസ് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മളൊരു വാഹനം നിർമ്മിക്കുമ്പോൾ, വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും നിർമ്മിക്കുമ്പോൾ മെറ്റീരിയൽസ് കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ മെറ്റീരിയൽസ് എന്നുള്ളത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസിൻ്റെ അറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലെ 1ാമത്തെ മൊഡ്യൂളുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു മെറ്റീരിയൽസിൻ്റെ നോളജ് മനസ്സിലാക്കണം. അതിലൊന്നാമത് നമ്മൾ സംസാരിക്കുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസിൻ്റെ പൊതുവിലുള്ള പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, നമ്മുടെ ഈ മെറ്റീരിയൽസിൻ്റെ ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ പലതരം ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. അത് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിലൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. സോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ 1ാമത്തെ മൊഡ്യൂളിൽ. സോ ഏതൊക്കെ ടൈപ്സിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ 1ാമത്തെ മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്ന മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ മോഡേൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വേൾഡിൽ ഓട്ടോമൊബൈൽസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നമ്മൾ മനസ്സിലാക്കണം. മോഡേൺ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 1ാമത്തെ മൊഡ്യൂളിൽ നമ്മുടെ സബ്ജക്റ്റ് മീൻസ് MS ആൻഡ് SM. MS മീൻസ് മെറ്റീരിയൽ സയൻസ്. ഈ മെറ്റീരിയൽ സയൻസ് ആണ് 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2, 3, 4 മൊഡ്യൂളുകളിലായിട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അത് ലോഡ് എടുക്കാനുള്ള കഴിവാണ്, വിത്തൗട്ട് ഫെയിലിയർ അല്ലേ. ഫെയിലിയർ കൂടാതെ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ലോഡ് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ സിംപ്ലി നമുക്കതിനെ സ്ട്രെങ്ത് എന്ന് വിളിക്കാം. നമ്മളതിൻ്റെ ഡീപ്പായിട്ടുള്ള ഡെഫിനേഷൻസിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അതിൻ്റെ കോൺസെപ്റ്റ് മാത്രമേ ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ. അതൊക്കെ നമുക്ക് ഓരോ മൊഡ്യൂളുകളും ഡിസ്കസ് ചെയ്യുമ്പോൾ, ഓരോ ടേംസിൻ്റെയും ഡെഫിനേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും.
സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ ലോഡ് ടേക്കിംഗ് ക്യാപ്പബിലിറ്റിയാണ്. ആ ലോഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഫെയിലാവാൻ പാടില്ല, പൊട്ടിപ്പോകാൻ പാടില്ല അല്ലേ. അപ്പോൾ അത്തരം രീതിയിൽ നമുക്കൊരു വസ്തുവിനെ കൊണ്ട് എത്ര ലോഡ് എടുപ്പിക്കാം, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ഈ സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഡീൽ ചെയ്യുന്നത് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. ഈ 3 മൊഡ്യൂളുകളിലായിട്ടാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ 2ൽ ആദ്യം നമ്മൾ സംസാരിക്കുക ഡയറക്റ്റ് സ്ട്രെസ്സിനെ സംബന്ധിച്ചാണ്. നിങ്ങൾ ഫിസിക്സിലൊക്കെ സ്ട്രെസ്സ്, സ്ട്രെയിൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനെ ഒന്നും കൂടെ എന്താ പറയുക, ഒന്നുകൂടെ വിശാലമായ രീതിയിൽ അതിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി അത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമുക്കത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ രണ്ടാമത്തെ മൊഡ്യൂളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ സ്ട്രെസ്സിനെ സംബന്ധിച്ചുള്ളൊരു പഠനം അത് തന്നെയാണ് ആക്ച്വലി മൊഡ്യൂൾ 2ൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വിശദമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഈ സ്ട്രെസ്സ് റിലേറ്റ് ചെയ്തിട്ട് 2 ജോയിൻറ്റ്സ് നമുക്ക് പഠിക്കാറുണ്ട്. എഞ്ചിനീയറിംഗ് വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ജോയിൻറ്റുകളാണ് റിവറ്റഡ് ജോയിൻറ്റും അതേപോലെ വെൽഡഡ് ജോയിൻറ്റും. ഈ റിവറ്റഡ് ജോയിൻറ്റിലും വെൽഡഡ് ജോയിൻറ്റിലൊക്കെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാറുണ്ട്. ആ ജോയിൻ്റ് ഒന്നും ഫെയിൽ ആവാറില്ല. സോ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആ സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, സോ റിവറ്റഡ് ജോയിൻസിലും അതേപോലെ വെൽഡഡ് ജോയിൻസിലും ഏതൊക്കെ തരം സ്ട്രെസ്സസ് ഉണ്ട്, ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തരം സ്ട്രെസ്സസ് ഉണ്ട്, അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ മൊഡ്യൂൾ 2ൽ നമ്മൾ പഠിക്കും. മൊഡ്യൂൾ 3ലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു ജനറൽ മെക്കാനിക്സ് പഠിക്കാനുണ്ട്. അതായത് ഫ്രിക്ഷനെ സംബന്ധിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു വസ്തു, ഒരു മെറ്റീരിയൽ ഒരു പ്ലെയിൻ സർഫസിൽ നമ്മൾ പ്ലേസ് ചെയ്തു, അതേപോലെ തന്നെ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ പ്ലേസ് ചെയ്തു. ആ ഒരു ഒബ്ജക്റ്റിലേക്ക് പലതരത്തിലുള്ള പല ആംഗിൾഡ് ആയിട്ടും അതേപോലെ ഡയറക്റ്റ് ആയിട്ടൊക്കെ ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ പല മേഖലകളിലും നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ഫ്രിക്ഷനെ കുറിച്ച് അറിയുക എന്നുള്ളത് ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ MSNSM പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് നോളജാണ്. സോ ഫ്രിക്ഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ഓരോ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോഴും ആ ഒബ്ജക്റ്റും ആ പ്ലേസ് ചെയ്യുന്ന സർഫസും തമ്മിലുള്ള ഫ്രിക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്ലച്ച് പ്ലേറ്റ് എല്ലാവർക്കും അറിയാം. ക്ലച്ച് പ്ലേറ്റിലൊക്കെ എൻജിൻ്റെ ആ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ക്ലച്ച് പ്ലേറ്റ് ആണ്. ത്രൂ ക്ലച്ചിലൂടെയാണ് നമ്മൾ അത്രയും പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ആ ക്ലച്ച് പ്ലേറ്റിൻ്റെ സർഫസൊക്കെ വളരെ പരുപരുത്ത സർഫസാണ്, റഫ് സർഫസാണ്. അവിടെ ഫ്രിക്ഷൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ആ പവർ ട്രാൻസ്മിഷൻ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതേപോലെ ഫ്രിക്ഷൻ്റെ ഒരു ആകെത്തുക ഓവറോൾ കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ബേസിക് നോളജുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബീമാവാം, എന്തും ആവാം. ഒരു പല ഷേപ്പിലുള്ളതാവാം. സർക്കുലർ ഷേപ്പ് ആവാം, റെക്റ്റാങ്കുലർ ഷേപ്പ് ആവാം, ട്രയാങ്കുലർ ഷേപ്പ് ആവാം. ഏത് ജോമെട്രിക്കൽ ഷേപ്പ് ആയിക്കോട്ടെ, ആ ജോമെട്രിക്കൽ ഷേപ്പിൽ ആ വസ്തുവിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള ടേമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടിയ വസ്തുക്കൾക്ക് സ്ട്രെങ്ത് കൂടും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള മെറ്റീരിയൽസിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ ഒരു വസ്തുവിൻ്റെ സ്ട്രെങ്ത് കാണാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കാം. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കണ്ടുപിടിക്കണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്നൊക്കെ എന്നെ വിശേഷിപ്പിക്കും. ഓക്കെ, ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതാണ് സ്ട്രെങ്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലെ നോളജും നമുക്ക് വേണം. അപ്പോൾ മൊഡ്യൂൾ 3ൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4ാമത്തെ മൊഡ്യൂളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ബീമിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബീമിൽ ഷിയർ ഫോഴ്സ് അതേപോലെ ബെൻഡിങ് മൊമെൻ്റ് എന്നുള്ള 2 പാരാമീറ്റർ ഉണ്ടാവും. 2 ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും ഫോഴ്സുകളൊക്കെ ഒരു ബീമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബീമിൽ ജനറേറ്റ് ചെയ്യുന്ന
ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, നമ്മളതിനെ SFD എന്നുള്ള രീതിയിലാണ് ചുരുക്കി വിളിക്കുക. അതേപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, അത് നമ്മൾ BMD എന്നുള്ളതാണ് ചുരുക്കി വിളിക്കുക. സോ ഈ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും വരയ്ക്കാൻ സാധിക്കും. ഈ ഡയഗ്രത്തിൽ നിന്ന് ഒരു ബീമിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഷിയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അത് മുറിഞ്ഞു പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ആ ബീമിനെ മുറിച്ച് കളയാൻ മാത്രം ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഷിയർ ഫോഴ്സ് താങ്ങുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ്സും ഒക്കെ. ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ബീമിനെ ബെൻഡാക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഫോഴ്സാണ് ബെൻഡിങ് മൊമെൻറ്റ്. സോ ഒരു ബീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ആണ് ആ ബീം വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട രണ്ട് ഫോഴ്സുകൾ. സോ നമുക്ക് ഈ ബീമിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ്സും ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ SFDയും BMDയും നമ്മൾ വരക്കണം. അതിൽ നിന്നാണ് ആ ബീമിൽ മാക്സിമം എത്ര ഷിയർ ഫോഴ്സും എത്ര ബെൻഡിങ് മൊമെൻറ്റും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഏത് ഭാഗത്താണ്, ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും. ഇങ്ങനെ SFDയും BMDയും വരച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ ബീം ബെൻഡായി പോകാൻ കാരണക്കാരനാവുന്ന ഫോഴ്സാണ് ബെൻഡിങ് മൊമെൻറ്റ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു തിയറിയാണ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. ഈ ബെൻഡിങ് മൊമെൻറ്റ് ഒരു ബീമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബീം ബെൻഡാവാൻ പാടില്ല, അല്ലേ? ഈ ബെൻഡിങ് മൊമെൻറ്റ് ആക്ച്വലി ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീമിൽ ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഈ ബെൻഡിങ് മൊമെൻറ്റ് മൂലം ഈ ബീം ഒരു കാരണവശാലും ബെൻഡായി പോകാൻ പാടില്ല. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ബെൻഡിങ് എന്നുള്ള ഈ തിയറം പ്രകാരം നമുക്ക് ആ ബീമിൻ്റെ തിക്നെസ്സും ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ ഒരു ഡയമെൻഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുഖാന്തരം ആ ബീം ഒരു കാരണവശാലും ഫെയിലായി പോവില്ല. അപ്പോൾ നമുക്ക് SFD BMD പഠിക്കൽ നിർബന്ധമാണ്. അത് നമുക്ക് സിമ്പിൾ ബെൻഡിങ് എന്നുള്ള തിയറത്തിലേക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ടോർഷൻ ഓഫ് ഷാഫ്റ്റ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എഞ്ചിൻ്റെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ഷാഫ്റ്റാണ്, അല്ലേ? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി നമ്മുടെ എഞ്ചിൻ്റെ പവറൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. സോ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ ഇപ്പോൾ ചെറിയൊരു വാഹനങ്ങൾക്ക് കുറച്ച് പവറാണെങ്കിൽ വലിയ വാഹനങ്ങൾക്ക് കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പവർ കൂടുന്നതിനനുസരിച്ച് ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ നമുക്ക് കണക്കാക്കേണ്ടി വരും. ആ ഷാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷാഫ്റ്റിലേക്ക് ഒരു ടേണിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവർ പവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഷാഫ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഈ ഒരു ടോർഷൻ ഓഫ് ഷാഫ്റ്റ് എന്നുള്ള ഈ ഒരു ടേമിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4 നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 4 മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ 4 മൊഡ്യൂളുകളുടെയും നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസിൻ്റെ സ്ട്രെങ്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്, ക്രെഡിറ്റ് കൂടിയ സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ടോട്ടൽ ഗ്രേഡിൽ എന്തെങ്കിലും വേരിയേഷൻ മീൻസ് നിങ്ങളെ ഗ്രേഡ് വർദ്ധിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് 6ആണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് വർദ്ധിച്ച ഈ സബ്ജക്റ്റ് കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു ഗ്രേഡ് വർദ്ധിപ്പിക്കുക എന്നതിൽ മാത്രം ചുരുക്കേണ്ടതല്ല ഈ സബ്ജക്റ്റ്. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെറ്റീരിയൽസ് എന്നുള്ളത്. സോ മെറ്റീരിയൽസിൻ്റെ നോളജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ആ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി പല കമ്പോണൻറ്റും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യും, അല്ലേ? കാരണം ഈ കമ്പോണൻസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഓരോ കമ്പോണൻസും ഒരുപാട് ലോഡ് എടുക്കും. സോ ഈ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കമ്പോണൻസ് ഒരു കാരണവശാലും ഫെയിൽ ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. സോ ഈ സ്ട്രെങ്ത് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 മൊഡ്യൂളുകളുടെയും കടന്നു പോയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് MS ആൻഡ് SM, മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നാണ്. അതിൽ മെറ്റീരിയൽ സയൻസ് എന്നുള്ള ഭാഗം മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ഭാഗം മൊഡ്യൂൾ 1, 2, 3.
മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4. ഓക്കെ, മെറ്റീരിയൽ സയൻസ് ഫസ്റ്റ് മൊഡ്യൂളും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 2, 3, 4 മൊഡ്യൂളുകളിലുമാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. 4ാമത്തെ സെമിസ്റ്ററിലെ നമ്മൾ 1ാമത്തെ ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വൈബ്രൻ്റായി ആക്റ്റീവായിട്ട് തന്നെ ഓരോ സബ്ജക്റ്റിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. ഓക്കെ.